ഹായ് കൂട്ടുകാരെ, ചാത്തൻസ് ഡേ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ കാര്യമുള്ള ഒരു വീഡിയോയാണ്. അതായത് സൂക്ഷിച്ചില്ലേൽ ആപ്പിലാവുന്ന വീഡിയോയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ളവർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം സംഗതി വേറെയൊന്നുമല്ല, നമ്മളെല്ലാവരും ഇപ്പം വീട്ടിൽ സുരക്ഷയുടെ ഭാഗമായിട്ട് CC ക്യാമറ വയ്ക്കുന്നവരാണ്. എല്ലാവരും വെക്കും. ഏറിയ പങ്കും നമ്മൾ വീടുകളിൽ ഇപ്പം സുരക്ഷയുടെ ഭാഗമായിട്ട് CC ക്യാമറ വയ്ക്കാറുണ്ട്. അപ്പം നമ്മുടെ ഇവിടെയും വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീടിന് മുകൾ വശത്തായിട്ട്, ഞങ്ങളുടെ വീടിൻ്റെ പെരയുടെ മുകളിലല്ല, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മേളിലോട്ട് പോകുന്ന വഴിക്ക് ഒരു വീട്ടുകാർ റോഡിൽ ഫോക്കസ് ചെയ്ത്, അതായത് ഞങ്ങൾ ആ വഴി വിലയ്ക്ക് വാങ്ങിച്ചതാണ്, ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ച വഴി, ആ വഴി ഫോക്കസ് ചെയ്ത് അവരും വെച്ചിട്ടുണ്ട് ഇങ്ങനെ തെക്കോട്ടും വടക്കോട്ടും 2 ക്യാമറ. എന്തിന്? ഞങ്ങളെ ഫോക്കസ് ചെയ്യാൻ. ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു, ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഞങ്ങൾ എങ്ങനെ വരുന്നു, ഞങ്ങൾ എന്ത് കാര്യം പറയുന്നു എന്നൊക്കെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ 2 ക്യാമറ ഇങ്ങനെ ചെവി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെച്ചിട്ടുണ്ട്. അവിടുന്ന് വന്നാലും ഞങ്ങളെ കാണണം, ഇവിടുന്ന് വന്നാലും ഞങ്ങളെ കാണണം. അപ്പോൾ ഇത് കുറേ കാലമായി, ഇരിക്കാൻ തുടങ്ങിയിട്ട് 2-2.5 വർഷമായി. ഞങ്ങളാരും അത്ര വലിയ മൈൻഡൊന്നും ആക്കില്ല. ഞങ്ങളും വിചാരിച്ചാൽ ഞങ്ങൾ സുരക്ഷിതരായിട്ട് അവിടെ ഇരുന്നോളുമല്ലോ, നമ്മൾ എങ്ങോട്ടേലൊക്കെ പോയാൽ അവർ നോക്കി ഇരിക്കട്ടെന്ന്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാൽ നാളെ നമുക്കും പറയല്ലോ, സാർ ദാണ്ട് ഇന്ന വീട്ടിൽ ക്യാമറയുണ്ട്, സാർ അവിടെ ചെക്ക് ചെയ്യുന്നു. അപ്പം ഇല്ല കേട്ടോ, ഇഷ്യൂസ് ആവുന്ന സമയത്ത് അവരത് ഓഫ് ചെയ്തിടും. കാരണം അവരാണല്ലോ ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്യാമറയിൽ പെടാതിരിക്കാൻ വേണ്ടി അവരത് ഓഫ് ചെയ്തിട്ടേ ഇഷ്യൂസ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇതൊന്നുമല്ല എൻ്റെ വിഷയം. അപ്പം നമ്മളെല്ലാവരും സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് നമ്മുടെ വീടുകളിലേക്ക് ഒരു CC ക്യാമറ ഫിറ്റ് ചെയ്യും. പക്ഷേ ഈ CC ക്യാമറ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ചില ആൾക്കാർ ഈ CC ക്യാമറ ഫിറ്റ് ചെയ്തിട്ട്, അതും ഏറ്റവും കൂടുതൽ ഈ പ്രായമുള്ള ആൾക്കാർ, ചെറുപ്പക്കാർക്ക് അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചെറുപ്പക്കാരും ചിലരൊക്കെ അറിയാൻ വയ്യാത്തവരുണ്ട് കേട്ടോ. കാരണം വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് വിവരം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുറേ ആൾക്കാർ ക്യാമറ അങ്ങോട്ട് ഫിറ്റ് ചെയ്തിട്ട്, ഞങ്ങളുടെ വീട്ടിലേ ക്യാമറ ഉണ്ട് കേട്ടോ, അന്യങ്ങിയ അവൾക്കുള്ള വീട്ടിലൊന്ന് അന്യങ്ങിയ ഞങ്ങൾ അറിയും എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ തന്നെ ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെ പറയുന്നത്. ക്യാമറയുണ്ട്, ഞങ്ങൾ ക്യാമറയെ നോക്കിയാൽ മതി. 3 വികൃതികൾ ഇവിടെ എനിക്കുള്ള അടുത്ത് നടന്നിട്ട് എൻ്റെ ഈ ക്യാമറ തട്ടിയിടാൻ നടക്കുക. നോക്ക്, ഞാൻ വീഡിയോ പിടിക്കാൻ വന്നെയാണ്. നോക്ക് ഇവർ കാരണം എനിക്കൊരു വഹ ചെയ്യാൻ ഒക്കത്തില്ല. കണ്ടോ, പൊക്കോണോ അല്ലാണോ? അപ്പം നമ്മുടെ ആൾക്കാർ തന്നെ എന്തോ പറയാൻ പറയും. നമ്മുടെ ആൾക്കാർ തന്നെ പറയാം, അതെ ഞങ്ങളുടെ വീട്ടിൽ ക്യാമറയുണ്ട്, ഇനിയിപ്പം നിങ്ങൾ എന്തോന്ന് കാണിച്ചാലും ഞങ്ങൾ ക്യാമറയിൽ കാണും. പക്ഷേ ഈ ക്യാമറ വെക്കുന്നവരറിയേണ്ടതായ ഒരു കാര്യമുണ്ട്. മെയിനായിട്ട് CC ക്യാമറ എന്ന് പറയുമ്പം അത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ വെക്കുന്ന സാധനമാണ്. അപ്പോൾ അതെന്ത് വേണം? നമ്മുടെ കോമ്പൗണ്ടിൽ വെക്കണം. അതായത് നമ്മുടെ കോമ്പൗണ്ടിൽ, അതായത് നമ്മുടെ ഭിത്തിയെ വെച്ചിട്ട് അയലത്തുകാരൻ്റെ ബെഡ്റൂമിലോട്ടല്ല ഫോക്കസ് ചെയ്യേണ്ടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പറയും, ക്യാമറ എൻ്റെ വീടിൻ്റെ ഭിത്തിയിലല്ലേ ഇരിക്കുന്നത്, നിനക്കെന്തോ കുഴപ്പം എന്ന് ചോദിക്കും. അങ്ങനെയല്ല, ക്യാമറ നമ്മുടെ വീടിൻ്റെ ഭിത്തിയിലിരുന്നിട്ട് നമ്മുടെ വസ്തുവിൻ്റെ ബൗണ്ടറി വേണം ഫോക്കസ് ചെയ്യാൻ. അതായത് നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടും നമ്മുടെ വസ്തുവിൻ്റെ ബൗണ്ടറിയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അയലത്തുകാരൻ്റെ മുറ്റത്തോട്ട് നോക്കരുത്, അവൻ്റെ വീട്ടിൽ ആര് വരുന്നതെന്ന് അറിയാനായിട്ട്. അങ്ങോട്ട് ഫോക്കസ് ചെയ്ത് വെക്കരുത്. കാരണം അത് ക്രിമിനൽ ഒഫൻസാണ്, ക്രിമിനൽ കുറ്റമാണ്. CC ക്യാമറ നമുക്ക് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി വെക്കാം. പക്ഷെ അത് ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ചുറ്റുപാട്, അതായത് നമ്മുടെ കോമ്പൗണ്ട് വാള്, അല്ലെങ്കിൽ നമ്മുടെ മതിൽക്കെട്ടിനുള്ളിൽ, അല്ലെങ്കിൽ നമ്മുടെ ബൗണ്ടറി, നമ്മുടെ പുരയിടത്തിൻ്റെ ബൗണ്ടറിയിലായിരിക്കണം അത് ഫോക്കസ് ചെയ്ത് വെക്കേണ്ടത്. അല്ലാതെ അന്യൻ്റെ വീട്ടിലോട്ടോ അവൻ്റെ വീടിൻ്റെ വഴിയിലോട്ടോ അല്ലെ അവൻ്റെ വീട്ടിലെ വാതിലിലോട്ടോ ഫോക്കസ് ചെയ്ത് വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പരാതി ഉണ്ടെങ്കിൽ അത് ക്രിമിനൽ കുറ്റമാണ്. അത് ചെയ്യുന്നതിന് ശിക്ഷയുണ്ട്. എത്ര വർഷമാണെന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ശിക്ഷ കിട്ടും, ഉറപ്പാണ്. അത് തെളിഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഞങ്ങളുടെ വഴി ഫോക്കസ് ചെയ്തത് പ്രശ്നം ഉണ്ടാക്കാൻ പോകാത്തത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞങ്ങൾക്കും അറിയാം, ഞങ്ങളുടെ വഴിയിലേക്ക് ആ ക്യാമറ ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞങ്ങളും പരാതിയായിട്ട് പോയാൽ അവർ ആ ക്യാമറ അവിടെ നിന്ന് എടുത്ത് മാറ്റേണ്ടി വരും. ഞങ്ങൾ കോടതി മുഖാന്തരം മുമ്പോട്ട് പോയാലും വിഷയമാവുമെന്നുള്ളത്. പിന്നെ നമ്മൾ അത് പോട്ടെന്ന് വെച്ചേക്കാണ്. കാരണം അത് അവരുടെ ഒരു ഇഷ്ടമില്ലയോ, നമ്മളെയൊക്കെ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കണമെന്നുള്ളത് അവരുടെ ഒരു ആഗ്രഹമില്ലയോ. അതുകൊണ്ട് അവർ ക്യാമറ ഫോക്കസ് ചെയ്ത് വെച്ച് നമ്മളെ കാണട്ടെന്നേ, എങ്കിലല്ലേ ഇടയ്ക്കൊക്കെ നമുക്ക് കയ്യിലേക്ക് കുഴപ്പം ഇങ്ങനെ വെട്ടി ചിഹ്നവും ഇങ്ങനെ കാണിച്ച് ഫോക്കസ് ചെയ്തിട്ട് പോകാൻ പറ്റും. അവരുടെ ആഗ്രഹം അങ്ങ് നിറവേറട്ടെ. നമ്മളെ അവർക്ക് അല്ലാണ്ട് കാണാനൊരു വകുപ്പുമില്ല. കാരണം അവർ മതിൽക്കെട്ടൊക്കെ കെട്ടി മതിൽക്കെട്ടിനുള്ളിലിരിക്കുന്നവരാണ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ക്യാമറയിൽ കൂടെ മാത്രമേ നമ്മളെയൊക്കെ അവർക്ക് കാണാനൊക്കൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങ് വിട്ടുകൊടുത്തേക്കാണ്, അവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെന്ന് വെച്ചിട്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞത് CC ക്യാമറ വെക്കുന്ന ആൾക്കാർ
പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമ്മുടെ കോമ്പൗണ്ട് വാളിനുള്ളിൽ നമ്മുടെ അയ്യത്തിൻ്റെ പരിധിക്കുള്ളിൽ, നമ്മുടെ പുരയിടത്തിൻ്റെ പരിധിക്കുള്ളിൽ മാത്രം വെക്കണം. വെക്കാത്ത പക്ഷം നമുക്ക് ശിക്ഷ കിട്ടുന്നതാണ്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ രണ്ടാമത്, ഈ CC ക്യാമറ എന്ന് പറയുന്ന സാധനത്തിന്, അത് മെയിനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. CC ക്യാമറ എന്ന് പറയുന്ന ഈ സാധനത്തിന് പിക്ചർ മാത്രം ക്യാച്ച് ചെയ്യാനുള്ള കഴിവല്ല ഉള്ളത്, അതിന് സൗണ്ടും ക്യാച്ച് ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് നമ്മൾ ഈ ക്യാമറയുടെ അടുത്തുകൂടി ഇങ്ങനെ നടന്നു പോകുമ്പം നമ്മൾ വിചാരിക്കും നമ്മൾ പറയുന്നൊന്നും കേൾക്കുന്നില്ല, നമ്മളെ രൂപം മാത്രമേ അവർ കാണുന്നുള്ളൂ. ഒന്നുമല്ല, ഇപ്പം ടെക്നോളജിയൊക്കെ അങ്ങ് വളർന്ന് ക്യാമറ വെച്ച് നമ്മളെ എങ്ങനെ വേണേലും അവർക്ക് സ്കാൻ ചെയ്തെടുക്കാം. പിന്നെ അങ്ങനെ എടുക്കത്തില്ലെന്നുള്ള നമ്മുടെ ഒരു വിശ്വാസം. പിന്നെ അതുകൊണ്ട് തന്നെ എങ്കിലും പ്രത്യേകിച്ച് CC ക്യാമറ വഴി സൗണ്ടും ക്യാച്ച് ചെയ്യാൻ ഒക്കും. അതുകൊണ്ട് ക്യാമറ ഒരു പക്ഷേ നമ്മളെ ഫോക്കസ് ചെയ്യുന്നില്ലെങ്കിലും ഇത്ര മീറ്റർ ചുറ്റളവിൽ, അതായത് ആ ഇത്ര പരിധിയുണ്ട്, ആ ദൂരപരിധിക്കുള്ളിൽ ആ ഒരു ചെറിയ സർക്കുലറിനുള്ളിൽ ഉണ്ടാകുന്ന സൗണ്ടുകൾ ക്യാമറ ക്യാച്ച് ചെയ്യും. ചിലപ്പോൾ ക്യാമറയിൽ നമ്മൾ പെട്ടെന്നിരിക്കത്തില്ല, പക്ഷേ നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ സംസാരം, ഓഡിയോ ഈ CC ക്യാമറയിൽ പെടും. അങ്ങനെ പെട്ടുപോയ ഒരുപാട് പേരുണ്ട് കേട്ടോ. അവസാനം വിഷയങ്ങളൊക്കെ ആയിട്ട് ഈ ക്യാമറ വെച്ചേക്കുന്ന ആൾ ഈ ഡീറ്റെയിൽസുമായിട്ട് പോലീസ് സ്റ്റേഷനിലും അവിടെ ഇവിടെയൊക്കെ ചെന്ന് കയറിയിട്ട് പോലീസുകാരെ കൊണ്ടുചെന്ന്, സാർ എന്നെ വിളിച്ച് ചീത്ത കേട്ടോ. നമ്മൾ വിചാരിക്കും ഞാൻ അവർക്കുള്ള ക്യാമറ പെടാതെ മാറി നിന്നാ ചീത്ത വിളിച്ചേന്ന്. അവസാനം പോലീസുകാരുടെ അടുത്ത് ചെല്ലുമ്പോൾ നല്ല പുളിച്ച ചീത്ത, നല്ല ഒന്നാം തരം തെറികൾ ഇങ്ങനെ ധാരയായിട്ട് ഒഴുകി വരുമ്പോഴായിരിക്കും ശിവനെ പെട്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മെയിനായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, ക്യാമറ നമ്മളെ ഫോക്കസ് അല്ലെങ്കിലും CC ക്യാമറയ്ക്കകത്ത് സൗണ്ട് ക്യാച്ച് ചെയ്യാനുള്ള കഴിവുണ്ട്. ഈ സൗണ്ട് ക്യാച്ച് ചെയ്യാനുള്ള കഴിവ് വെച്ചിട്ട് അവർ നമ്മുടെ സൗണ്ടൊക്കെ തൂക്കിയെടുക്കും. അവസാനം നമ്മൾ നാണം കെടും. അങ്ങനെ നാണം കെട്ട കുറേ അനുഭവങ്ങൾ നമുക്കും അറിയാവുന്നതാണ്. നമ്മുടെ അടുത്ത് തന്നെ അങ്ങനെ ഒരു വിഷയം ഉണ്ടായി. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. CC ക്യാമറ വെക്കുന്നത് നല്ലതിനാണ്, പക്ഷേ ക്യാമറ വയ്ക്കുമ്പോൾ നമ്മുടെ കോമ്പൗണ്ട് വാളിനുള്ളിൽ മാത്രം നിൽക്കത്തക്കതുപോലെ വെക്കുക. അതുപോലെ ക്യാമറ നമ്മളെ ഫോക്കസ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ പറയുന്ന സൗണ്ടുകൾ ക്യാമറയിൽ പിടിക്കാൻ പറ്റും. അതുകൊണ്ട് അയലത്തുകാരനെ തെറി വിളിക്കുമ്പം മഞ്ഞിമെട്ട് തെറി വിളിക്കുക. മഞ്ഞിമെട്ടുള്ള തെറി എങ്ങനെയാണെന്ന് ഇനി നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഫീസ് തന്നാൽ ഞാൻ പഠിപ്പിച്ചു തരാം, മഞ്ഞുമായ തെറി. അപ്പം മാന്യമായി തെറി വിളിക്കുക. അല്ലാതെ നിങ്ങൾ മാന്യത വിട്ടുള്ള തെറി വിളിച്ചാൽ അവസാനം പോലീസുകാരുടെ അടുത്ത് കേസൊക്കെ ആയിട്ട് ചെന്ന് നിൽക്കുമ്പം നാണം കെട്ട് പോരേണ്ടി വരും. അപ്പോൾ ഓക്കെ, ബൈ. എല്ലാവരും CC ക്യാമറ വെച്ച് സുരക്ഷിതരായിരിക്കൂ, പക്ഷേ കേസിൽ പെട്ട് പണി മേടിക്കാതിരിക്കൂ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.